ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇതേപോലത്തെ ഡിവൈസ് കണ്ട് കാണും ഓഫീസിലും മറ്റ് റൂമുകളിലൊക്കെ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഡിവൈസ് എന്നാണ്. ഒന്നിലധികം കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നൊരു ഡിവൈസാണ് സ്വിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിച്ചിനെ കുറിച്ചാണ്. സ്വിച്ച് എന്നാൽ നമ്മളുടെ ഒന്നിലധികം കമ്പ്യൂട്ടറുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റ് സ്വിച്ച്, അതായത് ഇതേപോലെ തന്നെ ഒരു സംഭവമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ സ്വിച്ചിന് പകരം ഹബ്ബിന് പകരം സ്വിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഹബ്ബും സ്വിച്ചും ഏകദേശം ഒരേ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു 2 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമ്മളുടെ ഇൻ്റർനെറ്റ് കേബിൾ വഴി നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ രണ്ടിലധികം കമ്പ്യൂട്ടർ വരുമ്പോൾ നമുക്ക് ഒരു ഇൻ്റർനെറ്റ് പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 കമ്പ്യൂട്ടറിലേക്ക് ഒന്നിച്ച് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു പ്രശ്നം, അതായത് നമ്മൾ 3 കമ്പ്യൂട്ടറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ട സമയത്ത് നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 കമ്പ്യൂട്ടറിൽ നിന്നും പോർട്ടുകൾ ഡയറക്റ്റായിട്ട് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ സ്വിച്ചിൽ നിന്നാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഞാനിപ്പോൾ ഒരു മെസ്സേജ് എയിൽ നിന്ന് ബിയിലേക്ക് അയക്കുമ്പോൾ നേരെ എയിൽ നിന്ന് ബിയിലേക്കല്ല പോവുക, ആദ്യം എയിൽ നിന്ന് സ്വിച്ചിലേക്ക് പോവും, അതിനുശേഷം സ്വിച്ചിൽ നിന്ന് ബിയിലേക്ക് പോകും. അങ്ങനെയായിരിക്കും വരാം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു ഹബ്ബ് പറഞ്ഞൊരു സംഭവം പറഞ്ഞു, അത് സ്വിച്ചിന് പോലെ തന്നെ ഒരു ഫംഗ്ഷനാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഹബ്ബിന് പകരം സ്വിച്ച് ഉപയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ഹബ്ബ് ഇപ്പോൾ ഞാൻ സ്വിച്ചിന് പകരം ഹബ്ബാണ് ഞാൻ ആ ഒരു സ്ഥാനത്ത് കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഒരു ഉദാഹരണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ബിയിലേക്കാണ് ഒരു മെസ്സേജ് അയക്കുന്നതെങ്കിൽ ആദ്യം അത് ഹബ്ബിലേക്ക് പോകും. ഹബ്ബിലേക്ക് പോയ ശേഷം സ്വിച്ചാണെങ്കിൽ ഡയറക്റ്റായിട്ട് ബിയിലേക്ക് പോകും. പക്ഷേ ഹബ്ബായതുകൊണ്ട് ഡയറക്റ്റായിട്ട് സ്വിച്ചിൽ ഇത് ബിയിലേക്ക് പോകില്ല, നേരെ മറിച്ച് സിയിലേക്കും പോകും, അതുപോലെ തന്നെ ബിയിലേക്കും പോകും. അതിനുശേഷം അയച്ചത് ബിയിലേക്ക് ആയതുകൊണ്ട് തന്നെ ബിക്ക് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും ഞാനാണ് അതിൻ്റെ റിസീവർ എന്നറിയാനും അതിനെ സ്വീകരിക്കാനും സാധിക്കും. പക്ഷേ ഹബ്ബ് പിന്നെയും സിയിലേക്ക് അയക്കുന്നുണ്ട്. ആ സിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ സി കമ്പ്യൂട്ടർ വിചാരിക്കും, ഇത് എൻ്റെ എനിക്ക് വേണ്ട മെസ്സേജ് അല്ല, അതുകൊണ്ട് അതെന്ത് ചെയ്യും, അത് ഡിലീറ്റ് ചെയ്യും. ഇതാണ് സ്വിച്ചിൻ്റെയും ഹബ്ബിൻ്റെയും പ്രത്യേകത.